ഒരു നഗരസഭയ്ക്ക് കിട്ടാനുള്ള 6 കോടി രൂപ എങ്ങനെ വ്യവസ്ഥാപിതമായി നഷ്ടപ്പെടുത്തി എന്നുള്ള സൂചന നൽകുന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. റെയിൽവേക്ക് വിട്ടു നൽകിയ ഭൂമിയുടെ വിലയാണ് ഈ 6 കോടി രൂപ. അത് കൈപ്പറ്റാൻ കോട്ടയം നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല. കോട്ടയം നഗരസഭയാണ് ഈ ഭൂമി വിട്ടുകൊടുത്ത ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ഒരു രേഖയും ഈ കോട്ടയം നഗരസഭയ്ക്ക് റെയിൽവേക്ക് ഇവിടെ മുമ്പിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പണം കോവി. 2023-24 കൊല്ലത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരും. ടോബി, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ 6 കോടി രൂപ നഗരസഭ നഷ്ടപ്പെടുത്തിയെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് എസ് കെ. അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഇത് നഗരസഭയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ആദ്യത്തെ വാർത്തയല്ല. നമുക്കറിയാം, നഗരസഭയിലെ കെടുകാര്യസ്ഥതയുടെ ഒരു വലിയ നീണ്ട നിര അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന കഥകൾ മുൻപും നമ്മൾ കേട്ടതാണ്. 217 കോടിയോളം രൂപ കാണുന്നില്ലെന്നുള്ളൊരു സംഭവം പുറത്തു വരുന്നു. അതിന് മുൻപേ തന്നെ അവിടുത്തെ ഒരു ജോലിക്കാരൻ പെൻഷൻ തുക തട്ടിക്കൊണ്ടു പോകുന്നു. ഇത്തരത്തിലുള്ള കഥകൾക്ക് പിന്നാലെയാണ് നഗരസഭയ്ക്ക് ലഭിക്കേണ്ട 6 കോടിയോളം രൂപ, 6,67,00,000 രൂപ നഗരസഭ അവരുടെ അനാസ്ഥ കൊണ്ട് നഷ്ടമായി എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. അത് ഈ ഒരു ഭരണസമിതിയെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം വർഷങ്ങൾക്ക് മുൻപുള്ള രേഖകളാണ്. അതായത് റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന് വേണ്ടി, മുളന്തുരുത്തി ചെങ്ങന്നൂർ പാത ഇരട്ടിപ്പിക്കലിന് വേണ്ടി റെയിൽവേയുടെ ഭാഗമായിട്ടുള്ള റെയിൽവേ കരമടയ്ക്കുന്ന ഭൂമി ഏറ്റെടുത്തിരുന്നു. ഇതിന്റെ ഉടമസ്ഥ അവകാശം കാണിക്കണമെന്നാണ് റെയിൽവേ ആവശ്യപ്പെട്ടത്. അത് ഈ 6 കോടി രൂപ നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഒരു രേഖയും നഗരസഭയുടെ പക്കലില്ല എന്നുള്ളൊരു വിവരമാണ് പിന്നീട് പുറത്തു വന്നത്. ആർക്കിയോളജി വിഭാഗത്തോട് ഇത് സംബന്ധിച്ച് വിശദമായി പഠിച്ച് അതിന്റെ രേഖകൾ കണ്ടെത്താൻ നഗരസഭാ കൗൺസിൽ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ആ പരിശോധനയിലും പഴയ കാലത്ത്, അതായത് 1968 കാലത്തെ ചില മിനിറ്റ്സുകൾ മാത്രമാണ് ഇതിന്റെ ഭാഗമായി ലഭിച്ചത് എന്നുള്ളൊരു വിവരമാണ്. എന്തായാലും റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട കാശ്, അതായത് പണം 6,67,00,000 രൂപ, അത് അഡീഷണൽ ജില്ലാ സ്പെഷ്യൽ കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നും ആ തുക ഈ നഗരസഭയ്ക്ക് ലഭിക്കണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണം. എന്തായാലും നിലവിൽ അത് ഹാജരാക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇത് സംബന്ധിച്ച ഒരു രേഖയും നഗരസഭയുടെ പക്കലില്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കണ്ടെത്തൽ കൂടി പ്രസിദ്ധമാണ്. അതായത് 2023-24 ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ കണക്കുകളെല്ലാം, ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഒരു അഭിഭാഷകനെ വെച്ച് ഈ രേഖകൾ കണ്ടെത്താനുള്ള ശ്രമം നഗരസഭ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നിലവിലെ ചെയർപേഴ്സണോട് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നഗരസഭയ്ക്ക് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ലഭിക്കേണ്ട പണമാണ്. അതാണ് ഇങ്ങനെ രേഖകളില്ലാത്തതിന്റെ പേരിൽ നഷ്ടമായിരിക്കുന്നത്. എസ് കെ. ഈ ടോബി, യഥാർത്ഥത്തിൽ ഈ രേഖകൾ ഇനി സമർപ്പിച്ചാലും റെയിൽവേ പണം കൊടുക്കും എന്നൊരു സാധ്യത ഉണ്ടെന്നാണോ മുനിസിപ്പൽ ചെയർപേഴ്സൺ പറയുന്നത്? തീർച്ചയായിട്ടും എസ് കെ. ആ രേഖകൾ കണ്ടെത്തി അത് കൃത്യമായി ഈ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് നടക്കുന്നുണ്ട്. ആ കോടതിയിൽ ഈ രേഖകൾ എങ്ങനെയെങ്കിലും ഹാജരാക്കാൻ സാധിച്ചാൽ ഈ 6 കോടിയോളം രൂപ ലഭിക്കും. അത് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോഴത്തെ ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ വിവരം പുറത്തു വന്നത് ഓഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെയാണ്. അതിൽ നിരവധി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, ഇവിടുത്തെ ഈ നഗരസഭയിൽ നടക്കുന്ന ക്രമക്കേടുകൾ, അല്ലെങ്കിൽ കൃത്യമായി കണക്ക് സൂക്ഷിക്കുന്നില്ല, ഫയലുകൾ സൂക്ഷിക്കുന്നില്ല, ഈ തട്ടിപ്പൊക്കെ നടന്നതിനും കാരണം അതുതന്നെയായിരുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഓഡിറ്റുകൾ കൃത്യമായി നടത്തുന്നുണ്ട്, പരിശോധനകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നതിനിടയിലാണ് ഈ വിവരങ്ങൾ, ഓരോ വർഷാവർഷങ്ങളിൽ ഓഡിറ്റ് റിപ്പോർട്ടുകൾ വരാറുണ്ട്. അങ്ങനെ അല്പം ഡീപ്പായി അല്ലെങ്കിൽ കുറച്ച് ആഴത്തിലുള്ള പരിശോധനകൾ നടത്തിയപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ രേഖകൾ കണ്ടെത്തി എത്രയും വേഗം അത് കോടതിയിൽ ഹാജരാക്കി ഈ പണം നഗരസഭയ്ക്ക് തന്നെ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം എന്തായാലും നഗരസഭാ അധ്യക്ഷ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. താങ്ക് യു. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്.